അച്ചായൻ റിട്ടേൺസ്. അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടിറങ്ങുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ വാചകമാണ്. നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷത്തിലെ നിതിൻ മോളിയെ സ്ക്രീനിൽ അഴിഞ്ഞാടുമ്പോൾ അയാളുടെ പഴയകാല പ്രകടനങ്ങൾ സ്മരണ പേറുന്ന ഒരു പ്രേക്ഷകനും അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. അതെ, അച്ചായൻ റിട്ടേൺസ്. കുറച്ചു കാലം മുമ്പ് വരെ അയാൾക്ക് വിജയങ്ങൾ സൂകരപ്രസവങ്ങളായിരുന്നു. ബോക്സ് ഓഫീസിലെ പഞ്ഞിക്കിടൽ അയാളുടെ വിനോദമായിരുന്നു. പക്ഷേ സ്ഥിരം വേഷങ്ങളിൽ നിന്നും മാറി നടക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയങ്ങളുടെ നിഴൽ ആ നടന് മീതെയും വന്നു. സിനിമയും കാലവും ഇരുവശത്തിരുന്ന് പിൻബോൾ കളിച്ചപ്പോൾ ചെറിയൊരു ക്ഷീണവും അദ്ദേഹത്തിന്റെ ആരാധകരെയും ബാധിച്ചു. പഴയ നിവിൻ എവിടെയെന്ന് അവർ മുറിവിളി കൂട്ടാൻ തുടങ്ങി. ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസായിരിക്കുകയാണ്. ഹോം ഗ്രൗണ്ടിൽ തിരിച്ചെത്തിയ കളിക്കാരനെ പോലെ ഹാസ്യരംഗങ്ങൾ വളരെ അനായാസേന കൈകാര്യം ചെയ്യുകയാണ് നിവിൻ ഈ ചിത്രത്തിൽ. പറയുന്ന ഓരോ ഡയലോഗും പൊട്ടിച്ചിരിയാണ് തിയേറ്ററിൽ മുഴുങ്ങി കേൾക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ വന്നപ്പോൾ തന്നെ നിവിന് വേണ്ടി എന്തായിരിക്കും വിനീത് കരുതി വെക്കുക എന്നത് വ്യക്തമായിരുന്നു. ആ പ്രതീക്ഷകൾ ഒന്നും തെറ്റിക്കാതെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നിവിനെ തന്നെയാണ് വിനീത് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ തിരിച്ചു തന്നിരിക്കുന്നത്. നിവിൻ അഴിഞ്ഞാടൻ വേദിയൊരുക്കുന്ന ഒരു കഥാപാത്ര സൃഷ്ടിയാണ് ചിത്രത്തിൽ വിനീത് നടത്തിയിരിക്കുന്നത്. നിവിൻ വരുന്നതിന് ശേഷം ചിത്രം ഹനുമാൻ ഗിയറിലേക്ക് മാറുകയാണ്. അതുവരെ കണ്ട ചിത്രത്തിനെ 1.5 പടി മുകളിലേക്ക് കൊണ്ടുപോകാൻ നിവിന് നിസ്സാരമായി സാധിക്കുന്നു. അതുപോലെ സ്വയം ട്രോളുന്ന ഡയലോഗുകൾ പറയാൻ ധൈര്യം കാണിച്ചതിലും നിവിന് കയ്യടി അർഹിക്കുന്നു. ബോക്സ് ഓഫീസിലെ തോഴ തിരികെ നീ വാടാ എന്നാണ് നിവിന്റെ കഥാപാത്രത്തിന്റെ തീം സോങ്ങിലെ വരികൾ. വിനീത് തന്നെ എഴുതിയ ഈ വരികൾ വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ അന്വർത്ഥമാക്കുമെന്ന് സംശയമില്ല. നടനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയാവുന്ന ഒരു സംവിധായകന്റെ ആത്മവിശ്വാസം വരികളിൽ നമുക്ക് കാണാം. കോമഡി വൃത്തിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നായക നടന്മാർക്ക് എന്നും സിനിമകളിൽ വലിയ സ്ഥാനമുണ്ട്. മലയാളത്തിലെ യുവതലമുറ നായക നടന്മാരിൽ നിവിനേക്കാൾ നന്നായി അത് ചെയ്യുവാൻ വേറാരുമില്ല എന്ന് നിസ്സംശയം പറയാം. അതും ഇത്രയും ലൗഡായിട്ടുള്ള കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ എന്നത് കൈത്തഴക്കമുള്ള ഒരു നടന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ശ്രേണിയിലെ ഒന്നാമൻ എന്ന നിലയിൽ നിവിൻ മലയാളത്തിൽ നിലനിൽക്കേണ്ടത് മലയാള സിനിമയുടെ കൂടി ആവശ്യമാണ്. ഇതൊരു തുടക്കമാണ്, വരാനിരിക്കുന്ന ആളിക്കത്തലിന്റെ തുടക്കം. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ടീസറിലൂടെ ഇതിന്റെ സൂചനകൾ നിവിൻ നൽകിയിട്ടുണ്ട്. നിവിന്റെ ഒരു മുഴുനീള കോമഡി ചിത്രത്തിനായാണ് ഇനി അടുത്ത കാത്തിരിപ്പ്. അത് മലയാളി ഫ്രം ഇന്ത്യയിലൂടെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിവിൻ തിരിച്ചു വരുമ്പോൾ കോമഡി ചിത്രങ്ങളുടെ ഒരു വസന്തം ദൂരെയല്ല എന്ന് വേണം കരുതാൻ.